ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഏരിയാസ് എല്ലാ ചാപ്റ്ററുകളിലൂടെ ഒന്ന് കടന്നു പോവുകയും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളെ ഫോക്കസ് ചെയ്ത് നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കുകയും ചെയ്യുന്ന ഒരു രീതി ആയിരിക്കണം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടത്. ഹായ്, നമസ്കാരം. HSA ഫിസിക്കൽ സയൻസിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു. എന്താണ് പഠിക്കേണ്ടത്? NCERT ടെക്സ്റ്റ് ബുക്കിലെ ഏതെല്ലാം ചാപ്റ്റേഴ്സ് പഠിക്കണം? ഈ ഒരു ചോദ്യം അന്തരീക്ഷത്തിൽ ഇങ്ങനെ മുഴങ്ങി കേൾക്കുന്നതാണ്. ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഒത്തിരി പേര് മെസ്സേജ് അയച്ചിട്ടൊക്കെ ആ കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇപ്പോൾ എൻട്രിയിലെ ക്ലാസ്സുകൾ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് സിലബസിനെയും NCERT ടെക്സ്റ്റ് ബുക്കിനെയും ചേർത്ത് വെച്ചുകൊണ്ടാണ്. അപ്പോൾ ആദ്യ ക്ലാസ്സുകളിലൊക്കെ മിഷൻ 150 ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് ആദ്യത്തെ ക്ലാസ്സുകൾ ലഭിക്കുന്നത് +1 ടെക്സ്റ്റ് ബുക്കുകളെ ബേസ് ചെയ്തിട്ടുള്ള ഫിസിക്സും കെമിസ്ട്രിയാണ്. അതിൻ്റെ ഏത് യൂണിറ്റിലാണ് അത് കിടക്കുന്നത് ആ ഓർഡറിലാണ് നമ്മൾ കൊണ്ടുവരിക. ഇപ്പോൾ 8ഓളം മൊഡ്യൂളുകളിലായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നിരിക്കുന്ന ഒരു സിലബസ് ഉണ്ട്, ഒരു വലിയൊരു സിലബസാണ്. ആ സിലബസ് നമ്മുടെ +1ൻ്റെയും +2ൻ്റെയും പല ടെക്സ്റ്റ് ബുക്കുകളിലായിട്ട് മിക്സ് ചെയ്ത് കിടക്കുകയും ചില ടോപ്പിക്ക് ഡിഗ്രി തലത്തിലേക്ക് ഉയരുന്ന രീതിയിലുള്ള ടോപ്പിക്കുകളുമുണ്ട്. ഞാൻ ഇന്ന് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്സിൻ്റെ HSA ഫിസിക്കൽ സയൻസിലെ ഫിസിക്സിൻ്റെ സിലബസ്. അത് NCERT ടെക്സ്റ്റ് ബുക്കിലെ ഏതെല്ലാം ചാപ്റ്ററുകളിലൂടെയാണ് കടന്നു പോകേണ്ടത്, എവിടെയെല്ലാമാണ് സിലബസ് ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ആ ഫസ്റ്റ് മൊഡ്യൂൾ, ഒന്നാമത്തെ മൊഡ്യൂളിനെ ഒന്ന് കണ്ടിട്ട് നമുക്കതിൻ്റെ ചാപ്റ്ററുകളെ ഒന്ന് വിലയിരുത്താം. ഒന്നാമത്തെ മൊഡ്യൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കാണാം പാർട്ടിക്കിൾ ഡൈനാമിക്സ് എന്നാണ് നമ്മൾ അവിടെ പറഞ്ഞിരിക്കുന്നത്. പാർട്ടിക്കിൾ ഡൈനാമിക്സ്. പാർട്ടിക്കിൾ ഡൈനാമിക്സ് എന്ന് പറയുന്ന ഒരു ഒറ്റ വേർഡിൽ അവിടെ നിർത്തിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനുശേഷം നേരെ പോകുന്ന ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ, റൊട്ടേഷണൽ ഡൈനാമിക്സ്, കൺസർവേഷൻ ലോസ്, അതിൽ തന്നെ ലീനിയർ മൊമെൻ്റം കൺസർവേഷൻ, ആംഗുലാർ മൊമെൻ്റം കൺസർവേഷൻ, എനർജി കൺസർവേഷൻ. ഇത്രയാണ് സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് പക്ഷേ പല ചാപ്റ്ററുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒരു ടോപ്പിക്കാണ്. നമുക്ക് NCERTയുടെ +1 ചാപ്റ്ററുകളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ നോക്കൂ, രണ്ടാമത്തെ ചാപ്റ്ററാണ് ആരംഭിക്കുന്നത്. ഈ കാര്യങ്ങൾ ആരംഭിക്കുന്നത് രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്നാണ്. അവിടെ നമുക്ക് മോഷൻ്റെ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ പാർട്ടും അതുപോലെ ഇൻസ്റ്റൻറ്റീനിയസ് വെലോസിറ്റി, അക്സലറേഷൻ, കൈനമാറ്റിക് ഇക്വേഷൻസ് ഓഫ് യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ലേറ്റസ്റ്റ് ടെക്സ്റ്റ് ബുക്കിലെ കണ്ടൻറ്റാണ്. ഇതിന് മുമ്പത്തെ പഴയ ടെക്സ്റ്റ് ബുക്കിൽ 2019 വരെ ഉണ്ടായിരുന്ന ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ മലയാളം വേർഷൻ നിങ്ങൾക്ക് നെറ്റിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ഇല്ലെങ്കിൽ എൻട്രി അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, PDF ആയിട്ടൊക്കെ നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ നോക്കിയാൽ റിച്ച് ആയിട്ട് കുറേ കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കണ്ടൻറ്റുകൾ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. അത് നമുക്ക് ഡിഗ്രി തലത്തിലേക്ക് ഉയരുന്ന കണ്ടൻറ്റുകളെ അവിടെ നിന്ന് തന്നെ പഴയ NCERT ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സുകളെ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ പാർട്ടിക്കിൾ ഡൈനാമിക്സ് എന്ന് പറയുന്ന ആ ഒരു വേർഡ് ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം ഉൾക്കൊള്ളുന്ന കാര്യമാണെന്ന് കാണാനായിട്ട് സാധിക്കും. ഏറ്റവും ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഉൾക്കൊണ്ടിട്ടുണ്ട്. ദെൻ മോഷൻ ഇൻ എ പ്ലെയിൻ, ഇവിടെ സ്കെയിലാർ വെക്ടർ എന്നോ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് വെക്ടർ എന്നോ അഡീഷൻ സബ്ട്രാക്ഷൻ ഓഫ് വെക്ടർ എന്നോ റെസൊല്യൂഷൻ ഓഫ് വെക്ടർ എന്നോ മോഷൻ എ പ്ലെയിൻ എന്നോ അതുപോലെ തന്നെ പ്രൊജക്ടൈൽ മോഷൻ എന്നോ യൂണിഫോം സർക്കുലർ മോഷൻ എന്നോ ഒന്നും സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷേ ഉറപ്പായും നമ്മൾ ഇതിൻ്റെ കാര്യങ്ങൾ ധാരണ ഉണ്ടായിരിക്കണം. ഇപ്പോൾ NCERT ടെക്സ്റ്റ് ബുക്കുകളെ ബേസ് ചെയ്തുകൊണ്ട് സിലബസിലുള്ള കണ്ടന്റിനെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയും NCERT ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ കണ്ടന്റുകളെയും നിങ്ങൾക്ക് ലഭ്യമാകുന്ന രീതിയിൽ അതിനെ മെൻഷൻ ചെയ്ത് പോവുകയും ചെയ്യുന്ന ഒരു രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് നമുക്ക് സിലബസിൽ ഇല്ലാത്ത കണ്ടന്റിനെ വീണ്ടും ഇരുന്നിട്ട് +1 +2 ക്ലാസ്സുകൾ പഠിപ്പിക്കുന്നത് പോലെ അല്ലെങ്കിൽ പഠിച്ചെടുക്കുന്നത് പോലെ പഠിച്ചെടുക്കാനുള്ള സമയം നമുക്കില്ല. എന്നാൽ NCERT ടെക്സ്റ്റ് ബുക്കുകളെ നമുക്കൊന്ന് റെഫർ ചെയ്ത് മുഴുവനായിട്ട് പോവുകയും ചെയ്യണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വായിക്കാൻ ഉൾപ്പെടുത്തിക്കൊണ്ടും ആ കണ്ടന്റുകളൊക്കെ മെൻഷൻ ചെയ്തുകൊണ്ടും ആണ് നമ്മൾ ക്ലാസ്സുകളും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ വേണം നിങ്ങളുടെ പഠനവും മുമ്പോട്ട് പോകാനായിട്ട്. ഈ രണ്ടാമത്തെ ചാപ്റ്റർ നമുക്ക് സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടില്ല, പക്ഷേ മോഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. പ്രൊജക്ടൈൽ മോഷനൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ്. വേണമെങ്കിൽ നമുക്കിപ്പോൾ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് ക്ലാസ് തന്ന് തീർക്കാനാണെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ചാപ്റ്റർ മാത്രം എടുത്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. പക്ഷേ അങ്ങനെയല്ല, NCERT ടെക്സ്റ്റ് ബുക്കുകളെ മൊത്തത്തിലൊന്ന് കടന്നു പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ രീതിയിൽ കണക്ട് ചെയ്ത് പോകുന്ന രീതിയിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ലോസ് ഓഫ് മോഷൻ കണ്ടോ, ആ ഒരു ടൈറ്റിൽ തന്നെ നമുക്ക് അവിടെ കൊടുത്തിട്ടില്ലേ നമ്മുടെ സിലബസിൽ. അവിടെ തീർച്ചയായിട്ടും അരിസ്റ്റോട്ടലിൻ്റെ മിഥ്യാധാരണ മുതൽ നമ്മൾ ലോ ഓഫ് ഇനേർഷ്യ, ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ, ഇതിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻസ്, കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം, ഇക്വിലിബ്രിയം ഓഫ് പാർട്ടിക്കിൾ, കോമൺ ഫോഴ്സ് ഇൻ മെക്കാനിക്സ്, സർക്കുലാർ മോഷൻ, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ നമ്മൾ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം, എനർജി തുടങ്ങിയ കാര്യങ്ങളൊക്കെ എടുത്തു പറയുന്നുണ്ടെങ്കിലും ഈക്വിലിബ്രിയം അല്ലെങ്കിൽ കോമൺ ഫോഴ്സസ്, സർക്കുലാർ മോഷൻ ഒന്നും അവിടെ എടുത്തു പറയുന്നില്ല. ബട്ട് സ്റ്റിൽ നമ്മൾ ആ കാര്യങ്ങളെല്ലാം ടച്ച് ചെയ്ത് തന്നെ വേണം പോകാനായിട്ട്. കാരണം മുമ്പോട്ട് പോകുന്ന കാര്യങ്ങളിലെല്ലാം അതിൻ്റെ ഫാക്റ്റുകൾ നമുക്ക് ആവശ്യമായിട്ട് വരികയും ചെയ്യും. ഇനി അടുത്ത ഒരു ഏരിയ എന്ന് പറയുന്നത് വർക്ക് എനർജി പവറാണ്. അവിടെ തന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം.
പഴയ ടെക്സ്റ്റ് ബുക്കുകളിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ സർക്കുലർ മോഷനോടൊക്കെ ചേർന്നുകൊണ്ട് ഫ്രിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ടായിരുന്നു. ആ കാര്യങ്ങളൂടെ ഒന്ന് റെഫർ ചെയ്ത് പോകുന്നത് നന്നായിരിക്കും. ക്ലാസ്സുകളിൽ ഞങ്ങളത് ഉൾപ്പെടുത്തുന്നുണ്ട്. കാരണം സിലബസിൽ ഇല്ല എങ്കിൽ കൂടിയും നമുക്കത് പഠിച്ച് വേണം മുമ്പോട്ട് പോകാനായിട്ട്. തുടക്കത്തിൽ നമുക്ക് ആ കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ വീണ്ടും പറയുന്നു, ഇതിൻ്റെ ഡെറിവേഷൻ പഠിക്കലോ അതിനെ വീണ്ടും കുത്തിയിരുന്ന് നമ്മൾ ഡിറൈവ് ചെയ്ത് അതിൻ്റെ വാല്യൂ ആ പരിപാടിയിലേക്ക് ഒന്നും പോകാനുള്ള സമയം നമുക്കില്ല. ഈ ചുരുങ്ങി 6-7 മാസം കൊണ്ടിട്ട് 8 ടെക്സ്റ്റ് ബുക്കുകളാണ് നമുക്ക് കവർ ചെയ്ത് പോകേണ്ടത്. അപ്പോൾ അതിനകത്ത് വേണ്ട കാര്യങ്ങൾ എടുത്തുകൊണ്ട് വേണ്ട ഇക്വേഷൻസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചുകൊണ്ട് പോകുന്ന ഒരു രീതി തന്നെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്, മുമ്പോട്ട് കൊണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പഠനത്തിലും ആ രീതി വേണം. കാരണം ഇടയ്ക്ക് നിന്നൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ കണ്ടന്റ് എവിടെയാണെന്ന് നമുക്ക് മനസ്സിലാകാതെ പോകുന്ന ഒരു സാഹചര്യം വരും. ഇനി വർക്ക് എനർജി പവർ എന്ന് പറയുന്ന ഒരു സംഭവം സിലബസിൽ കൊടുത്തിട്ടില്ല. അല്ലെങ്കിൽ എനർജി കൺസർവേഷൻ എന്ന് പറയുന്ന ഒരൊറ്റ ടേം മാത്രമേ അവിടെ കൊടുത്തിട്ടുള്ളൂ. എന്നാൽ വർക്കിനെ കുറിച്ചും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, വർക്കിൻ്റെ എനർജീൻ്റെയും പവറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം SCERT ടെക്സ്റ്റ് ബുക്കുകളിൽ പോലും ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കുന്ന 8 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിൽ പോലും ഇതിൻ്റെ ബേസ് പഠിക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ PSC പരീക്ഷകളിൽ പോലും ആ ചോദ്യങ്ങൾ കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് പഠിച്ചിട്ട് വേണം, അത് ബേസ് ആക്കി ഇട്ടിട്ട് വേണം നിങ്ങൾ മുമ്പോട്ട് പോകാനായിട്ട്. വീണ്ടും ഞാൻ പറയുന്നു, സിലബസിൽ ഇതൊന്നും എടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കുകളെ സമഗ്രമായിട്ട് പഠിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ക്വസ്റ്റ്യൻസ് എവിടുന്ന് വേണമെങ്കിലും കയറി വരാം. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും നമുക്കത് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമുക്ക് സമാനമായിട്ട് നാച്ചുറൽ സയൻസിൻ്റെ എക്സാമുകളിലൊക്കെ 80% NCERT ടെക്സ്റ്റ് ബുക്കുകളെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരുന്നു ക്വസ്റ്റ്യൻസ്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ പഠിച്ചു വേണം നമ്മൾ മുമ്പോട്ട് പോകാനായിട്ട്. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ആ സിലബസ്, ഒന്നാമത്തെ മൊഡ്യൂളിലെ സിലബസ് ഒരിക്കൽ കൂടി ഞാൻ കാണിക്കാം. അവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റുമല്ലോ, റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലേ. നോക്കിയേ, ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ, അതുപോലെ കൺസർവേഷൻ ലോസ്, ലീനിയർ മൊമെൻറ്റ്, ആംഗുലാർ മൊമെൻറ്റ്, എനർജി തുടങ്ങിയ കാര്യങ്ങൾ അതിനകത്ത് വരുന്നു. അത് കൂടാതെ റൊട്ടേഷണൽ ഡൈനാമിക്സ് എന്ന് പറയുന്ന ഒരു ഒറ്റ ടൈറ്റിൽ അത് കൊടുത്തിട്ടുണ്ട്, റൊട്ടേഷണൽ ഡൈനാമിക്സ്. അവിടെ നമുക്ക് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യനെ കുറിച്ചൊന്നും എടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഉറപ്പായിട്ടും ആ കാര്യങ്ങളെ പഠിച്ചു വേണം പോകാനായിട്ട്. അപ്പോൾ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ നമ്മൾ അതിനെല്ലാത്തിനെയും ഒന്ന് ജനറലി പഠിച്ചു പോവുക. ഞാൻ വീണ്ടും പറയുന്നു, നോ ഡെറിവേഷൻസ്, നത്തിങ്. നമുക്ക് പക്ഷേ കണ്ടന്റ്, ആ കാര്യങ്ങളെ ഒന്ന് വായിച്ച് മനസ്സിൽ അതിലെ പ്രധാനപ്പെട്ട പോയിന്റുകളിലൂടെ കടന്നു പോവുകയും അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു രീതി നമ്മൾ ഫോളോ ചെയ്യണം. അതുതന്നെയാണ് എൻട്രിയിൽ ക്ലാസ്സുകൾ, തിയറി ക്ലാസ്സുകൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ക്ലാസ് നൽകുകയും അതിനുശേഷം ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന ഒരു രീതി തന്നെയാണ് എൻട്രി മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ വീണ്ടും നോക്കിക്കഴിഞ്ഞാൽ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ അടക്കമുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ ടെക്സ്റ്റ് ബുക്കിൽ, പഴയ ടെക്സ്റ്റ് ബുക്കുകളിൽ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയുടെ പാരലൽ ആക്സിസ് തിയറം, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം ഒക്കെ ഉണ്ടായിരുന്നു. ഡിഗ്രി ലെവലിലേക്ക് ഉയരുന്ന ഒരു കണ്ടന്റ് കൂടിയാണ് അത് എന്നുള്ളതുകൊണ്ട്, റൊട്ടേഷണൽ ഡൈനാമിക്സിൻ്റെ ഭാഗമായിട്ട് അത് വരും എന്നുള്ളതുകൊണ്ട് തന്നെ അതും ഉൾപ്പെടുത്തി വേണം നമ്മൾ പഠിക്കാനായിട്ട്. അതായത് ഞാൻ വീണ്ടും പറയുന്നു, പഴയ ടെക്സ്റ്റ് ബുക്കുകളെ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിൽ ഒരുപാട് കണ്ടന്റ്, ഡിഗ്രി തലത്തിലേക്കുള്ള കണ്ടന്റ് നമുക്കുണ്ട്. ലേറ്റസ്റ്റ് ടെക്സ്റ്റ് ബുക്കുകളിൽ ഇതൊന്നും കൊടുത്തിട്ടില്ല എങ്കിലും നമുക്ക് അതെല്ലാം കവർ ചെയ്ത് ഒന്ന് പഠിച്ചു പോകുന്നത് തന്നെയാണ് നല്ലത്. അതിൽ നിന്ന് ചോദ്യം വന്നാലും നമുക്ക് എഴുതാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ്. ഇനി മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ് എന്നുള്ളതാണ് അടുത്തൊരു ഏരിയ. നിങ്ങൾ സിലബസിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒന്നാമത്തെ മൊഡ്യൂളിൻ്റെ ലാസ്റ്റ് ഭാഗത്ത്, ഇപ്പോൾ ഈ സിലബസിന് ഒന്നുകൂടി നോക്കൂ. ഇവിടെ ഇലാസ്റ്റിസിറ്റി, യങ്സ് മോഡുലസ്, റിജിഡിറ്റി മോഡുലസ്, ബൾക്ക് മോഡുലസ്, സർഫസ് ടെൻഷൻ, വിസ്കോസിറ്റി, അതായത് ഫ്ലൂയിഡ് ഡൈനാമിക്സും സോളിഡ് മെക്കാനിക്സും ആണ് ഈ ലാസ്റ്റ് പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. ഇടയ്ക്കൊന്ന് നോക്കാം നമുക്ക്. സിമ്പിൾ ഹാർമോണിക് മോഷൻ, ഡാംപ്ഡ് ആൻഡ് ഫോഴ്സ്ഡ് ഓസിലേഷൻ, വേവ് പ്രൊപ്പഗേഷൻ, വേവ് മോഷൻ, പ്രോഗ്രസീവ് വേവ് ഉണ്ട്, സൂപ്പർ പൊസിഷൻ ഓഫ് വേവ്സ് ഉണ്ട്, ഡോപ്ലർ എഫക്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ വേവ്സ് ആൻഡ് ഓസിലേഷൻ എന്ന് പറയുന്ന +1 അവസാനത്തെ ചാപ്റ്ററിലുള്ള 2 പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ്. ഇത് നമ്മൾ +1 രണ്ടാമത്തെ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ 2 മൊഡ്യൂളാണ് ഈ അവസാനം തന്നിരിക്കുന്നത്. അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഞാനിവിടെ ഒരു ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്ന സാധനം കണ്ടോ, ഈ ഒരു സംഭവം, ഇത് മാത്രമാണ് ഇവിടെ ഡിഗ്രി തലത്തിലേക്ക് എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു ടോപ്പിക്ക്. ഫ്രെയിം ഓഫ് റെഫറൻസ്, സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി, 2 ടോപ്പിക്കുകൾ ഡിഗ്രി തലത്തിലേക്ക് ഉയരുന്ന രീതിയിലുള്ള ടോപ്പിക്കുകളാണ്. അത് സെപ്പറേറ്റ് നമ്മൾ ഡീൽ ചെയ്യേണ്ടതായിട്ട് വരും, അത് സെപ്പറേറ്റ് നമ്മൾ പഠിച്ചെടുക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. ബാക്കി എല്ലാം +1 ടെക്സ്റ്റ് ബുക്കുകളാണ്. ഇത് +1 ആദ്യത്തെ ടെക്സ്റ്റ് ബുക്ക്. ഗ്രാവിറ്റേഷൻ ഇവിടെ എടുത്ത് പറഞ്ഞിട്ടില്ല, ഗ്രാവിറ്റേഷൻ മാത്രമാണ് അവിടെ നമുക്ക് വിട്ട് കളഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ നോക്കണമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും മോഷൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ ബേസിക്സ് അറിഞ്ഞിരിക്കണം. എന്നാൽ അതിലെ ഡെപ്തിലുള്ള കാര്യങ്ങളൊന്നും സിലബസിൽ പറഞ്ഞിട്ടില്ല. ഇനി പുതിയ സിലബസ് ഒരിക്കലും മുമ്പോട്ട് വരുമ്പോൾ അതിൽ വരികയാണെങ്കിൽ അന്നേരം നമ്മളത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇവിടെ എന്തായാലും നിങ്ങൾ ആ ഗ്രാവിറ്റേഷൻ മുമ്പ് വരെയുള്ള എല്ലാ ചാപ്റ്ററുകളെക്കുറിച്ചും ഒരു സമഗ്രമായ ധാരണ ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടാക്കണം. ദെൻ +1 രണ്ടാമത്തെ ടെക്സ്റ്റ് ബുക്കിനകത്തെ ആദ്യത്തെ 2 ചാപ്റ്ററുകൾ ഈ സിലബസിനോട് ചേർത്ത് വെച്ച് പഠിക്കേണ്ടതാണ്. അതിനുശേഷം സിമ്പിൾ ഹാർമോണിക് മോഷൻ ഉൾപ്പെടെയുള്ള ഓസിലേഷനും വേവ്സും എന്ന് പറയുന്ന ചാപ്റ്റർ അവസാനം +1 അവസാന ചാപ്റ്ററുകളിലും പഠിക്കണം. ഈ ഒരു ടോപ്പിക്ക് മാത്രം എക്സ്ട്രാ ആയിട്ടും പഠിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ് എന്ന് പറയുന്നതിനകത്ത് സ്ട്രെസ്സും സ്ട്രെയിനും, ഹുക്സ് ലോയും, സ്ട്രെസ് സ്ട്രെയിൻ കർവും, ഇലാസ്റ്റിക് മോഡലെയും അതിൻ്റെ ആപ്ലിക്കേഷൻസ് എല്ലാം അവിടെ ഉണ്ട്. പഴയ ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ, മലയാളം വേർഷൻ ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലത്. മലയാളം വാക്കുകളെ കൂടി മനസ്സിലാക്കി വേണം നമ്മൾ മുമ്പോട്ട് പോകാനായിട്ട്. ഇനി മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡിലേക്ക് വരുന്ന സമയത്ത് പ്രഷർ, സ്ട്രീം ലൈൻ ഫ്ലോ, ബെർണോളിസ് പ്രിൻസിപ്പിൾ, വിസ്കോസിറ്റി, സർഫസ് ടെൻഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. ഇപ്പോൾ ബെർണോളിസ് പ്രിൻസിപ്പിൾ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടില്ല.
നിങ്ങൾ ശ്രദ്ധിച്ച സിലബസിൽ കാണാൻ പറ്റും. പക്ഷേ ഫ്ലൂയിഡ് ഡൈനാമിക്സ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതുകൂടി ചേർത്ത് വെച്ചുകൊണ്ട് വേണം നമ്മൾ മുമ്പോട്ട് പോകാനായിട്ട്. ഞാൻ വീണ്ടും പറയുന്നു, ഡെറിവേഷൻ അല്ല വേണ്ടത്, കൺസെപ്റ്റ് മനസ്സിലാക്കുക, ആ കണ്ടന്റ് ഒന്ന് നിങ്ങൾ വായിച്ച് ആ കണ്ടന്റിനെ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീണ്ടും പറയുകയാണ്, +1 +2 പഠിക്കുന്നത് പോലെ നമുക്ക് ഒരു വർഷം കൊണ്ട് പഠിച്ച് തീർക്കേണ്ട കാര്യം അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ 2 വർഷം പഠിക്കുന്ന സിലബസിനെ നമുക്കൊരു 6 മാസം കൊണ്ട് ആ കണ്ടന്റ് ആവശ്യമുള്ളത് എടുത്ത് പഠിക്കുക എന്നുള്ളതാണ്. ആ രീതി ആയിരിക്കണം നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ഇതൊരു MCQ എക്സാമാണ്, അല്ലാണ്ട് essay എഴുതുന്ന എക്സാം അല്ല. അപ്പോൾ നിങ്ങൾ MCQ ടെസ്റ്റിന് പ്രിപ്പയർ ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് മുമ്പോട്ട് പോകാനുള്ള സമയം കൂടി നമുക്ക് ലഭിക്കണം എന്നുള്ളതുകൊണ്ട് ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ ഈ ചാപ്റ്ററുകളെ നല്ല രീതിയിൽ പഠിച്ച് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ കണ്ട പോർഷനാണ് ഓസിലേഷൻസും വേവ്സും. കണ്ടോ, സിമ്പിൾ ഹാർമോണിക് മോഷനും അതിൻ്റെ ആക്സലറേഷൻ, അതിൻ്റെ വെലോസിറ്റി, അതിനകത്തെ ഡിസ്പ്ലേസ്മെൻറ്റ്, ഫോഴ്സ് ലോ, എനർജി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഓസിലേഷൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. വേവ്സിനകത്ത് പലതരത്തിലുള്ള വേവ്സുകളെ കുറിച്ചിട്ട്, അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷനെ കുറിച്ചിട്ട്, ട്രാവലിംഗ് വേവിനെ കുറിച്ചിട്ട്, അതുപോലെ തന്നെ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ഓഫ് വേവ് കാര്യങ്ങളെല്ലാം അവിടെ വരുന്നുണ്ട്. അതിൽ ഉൾപ്പെടാത്ത സൗണ്ടിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ്, ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുന്ന ഒറ്റ ടൈറ്റിൽ തന്നിട്ടുള്ളതെങ്കിൽ പോലും നമ്മൾ അതിൻ്റെ ബേസിക്സ് കൂടി പഠിപ്പിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. അല്ലെങ്കിൽ ആ കണ്ടന്റിനെ അതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. വേണമെങ്കിൽ ഇത് കട്ട് ചെയ്തിട്ടൊക്കെ നമുക്ക് പഠിപ്പിക്കാം, സിലബസ് ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ നിങ്ങൾ ഗൈഡുകൾ നോക്കുകയാണെങ്കിലൊക്കെ ആ ഗൈഡുകളിലൊക്കെ പക്ക സിലബസ് മാത്രമാണ് അവർ ഫോക്കസ് ചെയ്ത്, സിലബസിനകത്ത് NCERT കണ്ടന്റ് മാത്രം. എന്നാൽ അതിന് പുറത്തേക്കുള്ള NCERT കണ്ടന്റ് കൂടി വായിച്ചു വേണം, നമ്മൾ പഠിച്ചു വേണം നമ്മൾ മുമ്പോട്ട് പോകാനായിട്ട്. അപ്പോൾ മാത്രമാണ് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു പ്രിപ്പറേഷൻ നമുക്ക് സാധ്യമാകുന്നു. അവസാന ഘട്ടത്തിലേക്ക് വരുന്ന സമയത്ത് മേ ബി ലേറ്റസ്റ്റ് സിലബസ് കിട്ടുന്ന സമയത്ത് നമുക്ക് അതിനെ ഫോക്കസ് ചെയ്ത് പഠിക്കാനുള്ള സമയമൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ ഇപ്പോൾ ഈ കൺസെപ്റ്റുകളെ നന്നായിട്ട് പഠിച്ച് മുമ്പോട്ട് പോയാൽ മാത്രമാണ് സാധ്യമാവുക. ഇനി മൊഡ്യൂൾ 2 നോക്കൂ. മൊഡ്യൂൾ 2ലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എവിടെയാണ് ചാപ്റ്റർ കിടക്കുന്നത്? +2ൻ്റെ ആദ്യത്തെ ചാപ്റ്ററിൻ്റെ പേര് തന്നെ അതാണ്. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഉണ്ട്, ട്രാൻസിയൻ കറണ്ട് ഉണ്ട്, കറണ്ട് ഇലക്ട്രിസിറ്റി ഉണ്ട്, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഉണ്ട്, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഉണ്ട്, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ് ഉണ്ട്. ഇതെല്ലാം +2 ടെക്സ്റ്റ് ബുക്കിൻ്റെ ആദ്യത്തെ ചാപ്റ്ററുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. +2ൻ്റെ ആദ്യത്തെ ചാപ്റ്ററുകളിലാണ് ഈ പറയുന്ന ആദ്യത്തെ ടോപ്പിക്ക് കിടക്കുന്നത്. ആദ്യത്തെ ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് വരെയുള്ള ആ ഒരു ഭാഗം, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഇതിൻ്റെ ഭാഗമായിട്ടല്ലെങ്കിലും ക്വാണ്ടം മെക്കാനിക്സിൻ്റെ അടിസ്ഥാനമായിട്ട് നമുക്ക് പിന്നീട് ആവശ്യമായിട്ട് വരുന്ന കാര്യമാണ്. അതേപോലെ തന്നെ നിങ്ങൾ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലും ആ കൺസെപ്റ്റുകൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് അവിടെ കവർ ചെയ്ത് ഓട്ടോമാറ്റിക്കലി പോകുന്നുണ്ട്. ഇത് ഞാൻ പ്യുവർ ഫിസിക്സിൻ്റെ ഏരിയ മാത്രമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ട്രാൻസിയൻ കറണ്ട് ഇലക്ട്രിസിറ്റി ഒക്കെ +2ൻ്റെ ആദ്യത്തെ ചാപ്റ്ററുകളിൽ പഠിക്കുന്ന ടോപ്പിക്കാണ്. അവിടെയും സിലബസിനെ ഫോക്കസ് ചെയ്തുള്ള പോർഷൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുകയും ബാക്കിയുള്ള കാര്യങ്ങളെ ഒന്ന് റെഫർ ചെയ്ത് പോവുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ക്ലാസ്സുകളിലും നമ്മുടെ PDF നോട്ടുകളിലും എല്ലാം ആ റെഫറൻസ് ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അടുത്തത് സെമി കണ്ടക്ടർ ഫിസിക്സ്, ഡയോഡ്, ട്രാൻസിസ്റ്റർ, ആംപ്ലിഫയർ, ഓസിലേറ്റേഴ്സ് ആൻഡ് ലോജിക് ഗേറ്റ്സ് എവിടെ കിടക്കുന്നത്? +2ൻ്റെ രണ്ടാമത്തെ ടെക്സ്റ്റ് ബുക്കിൽ. വേവ് ഒപ്റ്റിക്സും ഡ്യുവൽ നേച്ചറൊക്കെ കഴിയുമ്പോൾ ഒരു ചാപ്റ്റർ ഉണ്ട്, സെമി കണ്ടക്ടർ ഫിസിക്സ് എന്ന് പറയുന്ന. ആ ചാപ്റ്ററിലാണ് ഈ ടോപ്പിക്ക് കിടക്കുന്നത്, +2ൻ്റെ ചാപ്റ്ററുകൾ. അപ്പോൾ +2ൻ്റെ ചാപ്റ്ററുകളെ ഒന്ന് നോക്കി പോകാം നമുക്ക്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഇതാ ഇവിടെ കിടപ്പുണ്ട്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് സിലബസിൽ എടുത്തു പറഞ്ഞിട്ടില്ല എങ്കിലും നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ബേസിക്സ് ആവശ്യമായിട്ട് വരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതേപോലെ തന്നെ നോക്കൂ, കറണ്ട് ഇലക്ട്രിസിറ്റി ഉണ്ട്, മൂവിങ് ചാർജ് ആൻഡ് മാഗ്നറ്റിസം ഉണ്ട്, മാഗ്നറ്റിസം ആൻഡ് മാറ്റർ ഉണ്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഒക്കെ ഉണ്ട്, AC കറണ്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് വരെയുള്ള ഭാഗങ്ങളാണ് ആദ്യത്തെ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഏരിയാസ്. എല്ലാ ചാപ്റ്ററുകളിലൂടെ ഒന്ന് കടന്നു പോവുകയും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളെ ഫോക്കസ് ചെയ്ത് നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കുകയും ചെയ്യുന്ന രീതി ആയിരിക്കണം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടത്. ഇനി റേ ഒപ്റ്റിക്സ് അതുപോലെ വേവ് ഒപ്റ്റിക്സ് അടുത്ത ചാപ്റ്ററിൽ അത് എടുത്തു കൊടുത്തിട്ടുണ്ട്. ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ടോപ്പിക്കുകൾ മിക്സ് ചെയ്ത് കിടക്കുന്ന ആ ഒരു യൂണിറ്റിൽ ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. 4-5 യൂണിറ്റുകളിലൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ദെൻ സെമി കണ്ടക്ടർ നമ്മൾ കണ്ടില്ലേ, സെമി കണ്ടക്ടർ. ന്യൂക്ലിയർ കിടപ്പുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ആശയങ്ങൾ ലാസ്റ്റത്തെ ചാപ്റ്റർ അല്ല, ന്യൂക്ലിയസ് ആറ്റം ന്യൂക്ലിയർ ആണ് കേട്ടോ. ആറ്റം ന്യൂക്ലിയർ ഉണ്ട്. ആറ്റം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ കൂടി അവിടെ ഉണ്ട്. ആറ്റം ന്യൂക്ലിയർ എന്ന് പറയുന്ന കെമിസ്ട്രിയുടെ ഭാഗത്ത് നിങ്ങൾ ആ സിലബസിനകത്ത് അത് പഠിക്കുന്നുണ്ട്. ഇനി മൊഡ്യൂൾ 3ലേക്ക് വന്നാൽ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ഡിസ്പേർഷൻ, ഇന്റർഫറൻസ്, ഡിഫ്രാക്ഷൻ, സ്കാറ്ററിങ്, പോളറൈസേഷൻ, ഫൈബർ ഒപ്റ്റിക്സ്. ഇത്രയും ടോപ്പിക്ക് +2ൻ്റെ രണ്ടാമത്തെ ടെക്സ്റ്റ് ബുക്കിൽ റേ ഒപ്റ്റിക്സ്, വേവ് ഒപ്റ്റിക്സ് 2 ചാപ്റ്ററുകളായിട്ട് നിങ്ങൾ വൃത്തിക്ക് പഠിക്കുന്ന കാര്യമാണ്. അതുതന്നെയാണ് അതിനകത്ത് വന്നിട്ടുള്ള ആ ചാപ്റ്ററുകളെയും സമഗ്രമായിട്ട് നോക്കി പോവുക എന്നുള്ളതാണ് നമുക്കവിടെ ചെയ്യേണ്ടത്. ഇനി ലേസറും അതുപോലെ തന്നെ ബേസിക് ഐഡിയ സ്പെക്ട്രോസ്കോപ്പി, ഇത് രണ്ടും ഡിഗ്രി ലെവലിലേക്ക് ഉയരുന്ന 2 പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. അതിൻ്റെ ബേസിക്സ് ഡിഗ്രി ലെവലിലാണ് കിടക്കുന്നത്. അത് അവിടെ നിന്ന് തന്നെ നമ്മൾ പഠിച്ചെടുക്കണം. ഇനി ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് ഉണ്ട്, കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ, ലോസ് ഓഫ് തെർമോഡൈനാമിക്സ്, കാർനോട്ട് എഞ്ചിൻ, എൻട്രോപ്പി. എവിടെ കിടക്കുന്നത്? ഇത് ഫിസിക്സിലും കെമിസ്ട്രിയിലും പഠിക്കുന്ന +1ൻ്റെ
രണ്ടാമത്തെ ടെക്സ്റ്റ് ബുക്കിൽ ഫ്ലൂയിഡ് മെക്കാനിക്സ് കഴിഞ്ഞിട്ട് ഒരു 3 ചാപ്റ്റർ കൊടുത്തിട്ടുണ്ട്. അത് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിനകത്താണ് ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ്, കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ ഒക്കെ അതിനകത്താണ് വരുന്നത്. ഇനി തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന അടുത്ത ചാപ്റ്ററിലാണ് ലോസ് ഓഫ് തെർമോഡൈനാമിക്സും കാർനോട്ട് എഞ്ചിനും ഒക്കെ വന്നിരിക്കുന്നത്. പിന്നെ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ കൂടി ഉണ്ട്. അതിൻ്റെ സിലബസ് അങ്ങനെ എടുത്തു കൊടുത്തിട്ടില്ല. ഈ 2 ചാപ്റ്റർ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററും തെർമോഡൈനാമിക്സും ആണ് പ്രധാനമായിട്ടും അവിടെ പഠിക്കേണ്ടത്. ഈ അവസാനത്തെ ടോപ്പിക്ക് വീണ്ടും ഡിഗ്രി ലെവലിലേക്ക് ഉയരുന്ന ടോപ്പിക്കാണ് സ്റ്റാറ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, എൻസെമ്പിൾ, ഫേസ് സ്പേസ്, മാക്സ്വെൽ ബോൾട്ട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ്. ആ കാര്യങ്ങൾ ഡിഗ്രി ലെവലിലേക്ക് ഉയരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി ഓർമ്മിക്കുന്നു, +1ൻ്റെയും +2ൻ്റെയും ടെക്സ്റ്റ് ബുക്കിലെ ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്ററുകളിലെയും കവർ ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് ഓൾറെഡി തന്നിരിക്കുന്ന സിലബസ് ഉള്ളത്. അതിൽ ഗ്രാവിറ്റേഷൻ പോലുള്ള ടോപ്പിക്കുകൾ ചിലപ്പോൾ ഇനി വരുന്ന സിലബസിൽ ഒരുപക്ഷെ ആഡ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അതിനെ ചേർത്ത് പഠിക്കുക എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ 4 ടെക്സ്റ്റ് ബുക്കുകൾ, +1ലെ 2 ടെക്സ്റ്റ് ബുക്കുകൾ, +2ലെ 2 ടെക്സ്റ്റ് ബുക്കുകൾ ഫിസിക്സിന് മാത്രം പഠിക്കാനായിട്ടുണ്ട്. അതിലെ കണ്ടന്റുകളെ ഒന്ന് വായിച്ച് സമഗ്രമായി കടന്നു പോകുന്ന രീതിയിലാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, NCERT ടെക്സ്റ്റ് ബുക്കുകൾ റെഫർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയാറുണ്ട്. അതേ റെഫറൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് ക്ലാസ്സുകളും എൻട്രി അറേഞ്ച് ചെയ്ത് തന്നിരിക്കുന്നത്. റിച്ച് ആയിട്ടുള്ള കണ്ടന്റ് നിങ്ങൾക്ക് അതിനകത്ത് അവൈലബിൾ ആണ്. കുറച്ച് പേരെങ്കിലും ചോദിക്കാറുണ്ട്, ഇത്രയൊക്കെ പഠിക്കണോ, ഇത്രയും കണ്ടന്റൊക്കെ ആവശ്യമുണ്ടോ? ചിലർ പറയുന്നത് ഇനിയും ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടെന്ന് പറയും. പല രീതിയിലാണ് ആളുകൾ ഇതിനെ കാണുന്നത്. ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾക്ക് സിലബസ് മാത്രം ഫോക്കസ് ചെയ്ത് വേണമെങ്കിൽ പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. സിലബസ് മാത്രം പഠിച്ചാൽ മതിയെങ്കിൽ അങ്ങനെ പഠിക്കാം. പക്ഷേ ഈ ടൈമിൽ തുടക്ക സമയത്ത് NCERT ടെക്സ്റ്റ് ബുക്കുകളിലൂടെ നല്ല രീതിയിൽ കടന്നു പോകാനുള്ളൊരു സമയമാണ്. ആ സമയം അങ്ങനെ തന്നെ ഉപയോഗിച്ച ശേഷം റിവിഷൻ വരുന്ന സമയത്ത്, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ്റെ സമയത്ത് നമ്മുടെ സിലബസിൽ ഊന്നിയുള്ള ക്വസ്റ്റ്യനുകളിലൂടെ നമുക്ക് കടന്നു പോകുന്നതായിരിക്കും ബെറ്റർ. കാരണം അടിസ്ഥാനമില്ലാതെ കൺസെപ്റ്റുകൾ നമ്മളൊന്ന് ടച്ച് ചെയ്ത് പോവാതെ വീണ്ടും ക്വസ്റ്റ്യനിലേക്കൊക്കെ പോകുമ്പോൾ ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ, റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റാതെ പോയേക്കാം. അതുകൊണ്ടാണ് +1ൻ്റെയും +2ൻ്റെയും ടെക്സ്റ്റ് ബുക്കുകൾ നല്ല രീതിയിൽ കവർ ചെയ്യുക. ദെൻ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിലാണ് ഫിസിക്സിൻ്റെ 3 മൊഡ്യൂളുകളിലായിട്ടാണ് ഫിസിക്സിൻ്റെ കണ്ടന്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്നതെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ വീണ്ടും ഞാൻ പറയുന്നു, ആ +2ൻ്റെ ടോപ്പിക്കുകളാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അതേപോലെ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ കിടക്കുന്നുണ്ടോ, ചാപ്റ്റർ 10ാമത്തെ ചാപ്റ്ററിലാണ്. അവിടെ തെർമൽ എക്സ്പാൻഷൻ, കലോറിമെട്രിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, മെഷർമെൻറ്റ് ഓഫ് ടെമ്പറേച്ചർ, ചേഞ്ച് ഓഫ് സ്റ്റേറ്റും കാര്യങ്ങളൊക്കെ അവിടെ കിടപ്പുണ്ട്, ഹീറ്റ് ട്രാൻസ്ഫർ, ഇങ്ങനത്തെ കാര്യങ്ങളല്ല. ഹീറ്റ് ട്രാൻസ്ഫർ ആണ് നമ്മുടെ അവിടെ സിലബസിൽ എടുത്ത് പറയും, ചേഞ്ച് ഓഫ് സ്റ്റേറ്റിൻ്റെ ബാക്കിയായിട്ട് വരുന്നത്. തെർമോഡൈനാമിക്സിൽ തെർമൽ ഇക്വിലിബ്രിയം, 0th ലോ, 1st ലോ, 2nd ലോയും കാര്യങ്ങളെല്ലാം അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ തെർമൽ പ്രോപ്പർട്ടീസിനകത്ത് അവിടെ കിടപ്പുണ്ട്. ദെൻ തെർമോഡൈനാമിക് പ്രോസസ് ഉണ്ട്, 2nd ലോ ഉണ്ട്, റിവേഴ്സിബിൾ പ്രോസസ് ഉണ്ട്, കാർനോട്ട് എഞ്ചിൻ അടക്കമുള്ള കാര്യങ്ങൾ സിലബസിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് കാണാനായിട്ട് സാധിക്കും. ഇതേപോലെ തന്നെ കെമിസ്ട്രിയുടെ ഇപ്പോൾ ഒരു 6ാമത്തെ മൊഡ്യൂളൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ട്രക്ചർ ഓഫ് ആറ്റം, അതുപോലെ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ്, ദെൻ കെമിക്കൽ ബോണ്ടിങ്, 3 ചാപ്റ്ററുകൾ +1ൻ്റെ ആദ്യത്തെ ടെക്സ്റ്റ് ബുക്കിലെ 3 പ്രധാനപ്പെട്ട ചാപ്റ്ററുകളായിട്ട് കൊടുത്തിരിക്കുന്നത് ഓർഡറിലുള്ള ചാപ്റ്ററുകൾ തന്നെയാണ്. അത് യൂണിറ്റ് നമ്പർ 6ലാണ് നടക്കുന്നത്. അപ്പോൾ യൂണിറ്റ് മിക്സ് ചെയ്ത് കിടക്കുന്നതിനകത്ത് ചാപ്റ്ററുകൾ, NCERT ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്ററുകൾ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. ആ ചാപ്റ്ററുകളെ സമഗ്രമായിട്ടൊന്ന് പഠിക്കാനുള്ള ഒരു ശ്രമം നടത്തുകയും ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ നിങ്ങൾക്ക് സാധ്യമാവും. ആ രീതിയിലാണ് എൻട്രിയിലെ ക്ലാസ്സുകളും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, കണ്ടന്റ് ആവശ്യമുള്ളതിനെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയും വീണ്ടും ആവശ്യമുള്ള കാര്യങ്ങൾക്കൊപ്പം തന്നെ NCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇതിൽ സിലബസിൽ മെൻഷൻ ചെയ്യാത്ത ടോപ്പിക്കുകളെ കൂടി ടച്ച് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. കൂടുതൽ മെച്ചപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ലഭ്യമാവും. ചോദ്യപ്പെട്ടിയിലൂടെ ചോദ്യം മാത്രം ഡിസ്കസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. അതൊരു ഒരുപാട് ടോപ്പിക്കുകൾ ഇപ്പോൾ തന്നെ അതിൽ കവർ ചെയ്ത് പോയിട്ടുണ്ട്. ചാപ്റ്റർ വൈസ് NCERT ടെക്സ്റ്റ് ബുക്കിൽ കവർ ചെയ്യുന്ന രീതിയാണ് അവിടെയും ഫോളോ ചെയ്യുന്നത്. സോ കെമിസ്ട്രിയുടെ ടോപ്പിക്കുകൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഡിസ്കഷനുമായിട്ട് പിന്നെ കാണാം. നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. സോ ടോപ്പിക്കുകളെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കുക, കൃത്യമായിട്ട് ക്ലാസ്സുകളെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. ഫിസിക്സിൽ ആദ്യം 3 മോഡ്യൂളുകളായിട്ടാണ് ഈ പ്രധാനമായിട്ട് ഇത് കിടക്കുന്നത്. അതുപോലെ 4ാമത്തെ മോഡ്യൂളിൽ ഡ്യുവൽ നേച്ചറിലെ കണ്ടന്റുകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അത് കെമിസ്ട്രിയുടെ കൂടി ഭാഗമായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതുപോലെ അറിയാനായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞങ്ങൾ നോക്കുന്നുണ്ട്. അതനുസരിച്ചിട്ടുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ സാധ്യമാകാനുള്ള സമയം നമുക്കിപ്പോൾ ഉണ്ട്. എത്രയും പെട്ടെന്ന് എൻട്രിയോടൊപ്പം ജോയിൻ ചെയ്യുക. ഏറ്റവും മികച്ച കോഴ്സ് നിങ്ങൾക്ക് എൻട്രി തയ്യാറാക്കിയിരിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും മികച്ച വിജയം നേടാൻ സാധിക്കട്ടെ. നന്ദി.